നമസ്കാരം. മഹാരാഷ്ട്രയിലെ BJP സഖ്യത്തിന്റെ വൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവരെ പോലെ RSSനെ പോലെ തങ്ങൾക്ക് എന്തുകൊണ്ട് അതൊന്നും കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏകോപനവും നടപടിയുമൊന്നും കഴിയുന്നില്ല എന്ന് വിലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടാണ് ശരത് പവാർ എന്ന ഏറ്റവും സീനിയർ, വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് നേതാവ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ് ശരത് പവാർ. പണ്ട് കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം സോണിയാഗാന്ധിയുമായി തെറ്റിയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം NCP, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. ചരിത്രം എല്ലാവർക്കും അറിയാം. അപ്പോൾ RSSന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മഹാരാഷ്ട്രയിൽ ഫലപ്രദമായി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. വൻപിച്ച വിജയമാണ് BJP സഖ്യം നേടിയത്. അതിന് പിന്നിൽ മറ്റൊരു വ്യക്തി കൂടി പ്രവർത്തിച്ചു, ദേവേന്ദ്ര ഗംഗാധർ റാവു ഫട്നാവിസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായ ചടുലമായ നീക്കങ്ങൾ, അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചത്, അദ്ദേഹം ജനങ്ങളുമായി ഇടപെട്ടത്, അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നത്, അദ്ദേഹം പദ്ധതികളും അതുപോലെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഒക്കെ തന്നെ വലിയ തോതിൽ BJPക്ക് ഗുണകരമായി. അതായത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും യോഗ്യൻ, അടുത്തത് പ്രധാനമന്ത്രിയാകാൻ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്നുവരെ രാഷ്ട്രീയ ചിന്തകന്മാർ പറഞ്ഞു വെച്ചു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം CTVക്ക് ഒരു അഭിമുഖം നൽകി. തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പാത പിന്തുടരുന്നയാളാണ് താൻ. തനിക്ക് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നരേന്ദ്രമോദിയെ പോലെ തന്നെ ശക്തമായി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസവും ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ദേവേന്ദ്ര ഫട്നാവിസ് പുറപ്പെടുവിച്ചത്. CTV ആ അഭിമുഖം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. മോദിക്ക് ശേഷം ഒരു വേള താൻ വരുമായിരിക്കും, ആ രീതിയിലായിരുന്നു ആ പത്രപ്രവർത്തകന്റെ ചോദ്യം. താൻ വരുമായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമായിരിക്കും. കാരണം BJP കുടുംബാധിപത്യ പാർട്ടിയൊന്നുമല്ലല്ലോ. ഇവിടെ അച്ഛൻ കഴിഞ്ഞാൽ മകൻ, അല്ലെങ്കിൽ മകൾ, അല്ലെങ്കിൽ അനന്തരവർ, അല്ലെങ്കിൽ മരുമകൾ, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെയൊക്കെ ഒരു രീതി. CPMന്റേത് വ്യത്യസ്തമല്ല കേട്ടോ. പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളത് കൊണ്ട് അത്ര വലിയ കാര്യമായി അത് അനുഭവപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. മക്കളും മരുമക്കളും ഒക്കെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ആകുന്നത് അത്ര തെറ്റൊന്നുമല്ല. പക്ഷേ BJPക്ക് ആ രീതി അല്ലല്ലോ. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ അതിന്റെ ചുക്കാൻ പിടിക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ആ ഒരു ഭരണവ്യവസ്ഥയെ തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും തനിക്ക് കഴിയും എന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആ അഭിമുഖത്തിൽ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. ഒരു വേള മോദിക്ക് ശേഷം ഞാനാണ് എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ വാർത്തയെ വേണമെങ്കിൽ വക്രീകരിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ എന്തായാലും നരേന്ദ്രമോദിക്ക് ശേഷം അദ്ദേഹം സന്യാസം സ്വീകരിക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതിനുശേഷവും രാജ്യത്ത് ശക്തമായ ഒരു ഭരണകൂടം വേണ്ടി, ശക്തമായ ഒരു ഭരണ സംവിധാനം വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടം വേണ്ടി, ഭരണാധികാരി വേണ്ടി ഒരു വേള ദേവേന്ദ്ര ഫട്നാവിസ് ആയിക്കൂടായികയില്ല. എന്തായാലും ഒരു പ്രധാനമന്ത്രിയാകാനുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നയിക്കാനുള്ള പ്രാപ്തിയും കെൽപ്പും കഴിവും ആത്മവിശ്വാസവും ഒക്കെയുള്ള ഒരു നേതാവ് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്നതിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഇപ്പം അമിത്ഷായ്ക്കൊപ്പം തന്നെ നിന്നുകൊണ്ട്, വേണമെങ്കിൽ ജൂനിയർ അമിത്ഷാ എന്നൊക്കെ, അന്ന് മഹാരാഷ്ട്രയിൽ BJP വിജയിച്ചപ്പോൾ ഇദ്ദേഹം ജൂനിയർ അമിത്ഷായാണ്, ഇദ്ദേഹമാണ് തന്ത്രങ്ങൾ മെനയുന്നത്, ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അവിടെ ഏകോപനങ്ങൾ നടത്തി തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ സമൂഹ മാധ്യമത്തിൽ കണ്ടതാണ്. ഇദ്ദേഹം ജൂനിയർ അമിത്ഷാ ആയിട്ട് ഇദ്ദേഹത്തെ ഒരു വേള പലരും കരുതി പോന്നു. ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ ജൂനിയർ നരേന്ദ്രമോദി എന്ന് വേണമെങ്കിൽ വിളിച്ചാൽ തെറ്റൊന്നുമില്ല. ദേവേന്ദ്ര ഫട്നാവിസ് അതിന് അർഹൻ തന്നെയാണ്. Branding partner Kohna, Coalition of Hindus of North America. EduBix, Online Executive Education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.